സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം നടപ്പാകാതെ വന്നതോടെ വൈദ്യുതി പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണിപ്പോൾ. സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം KSEBിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ്. വൈദ്യുതി വാങ്ങുന്നതിനുള്ള 3 കരാറുകൾ അവസാനിച്ചിട്ടും പുതിയ കരാർ ഉണ്ടാക്കിയില്ല. പവർ എക്സ്ചേഞ്ചിൽ വൈദ്യുതി ബുക്ക് ചെയ്യുന്നതിലും KSEBിക്ക് വീഴ്ചയുണ്ടായി. ട്രാൻസ്ഫോർമറുകളുടെ ശേഷിയും കൂട്ടിയില്ല എന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പീക്ക് സമയത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് ഇതുമൂലമാണ്. പീക്ക് ലോഡ് വൈദ്യുതി നിയന്ത്രണമാകട്ടെ ഇപ്പോൾ പലയിടത്തും 1 മണിക്കൂറിന് മുകളിലാണ്. സമയം കൂട്ടുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങൾ ഇന്ന് കൂടുന്ന ഉന്നതതല യോഗത്തിലുണ്ടാവും. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള 3 കരാറുകളുടെ കാലാവധിയും ഈ മാസം അവസാനിച്ചു. ഇത് മുൻകൂട്ടി കണ്ട് പുതിയ കരാർ ഉണ്ടാക്കുന്നതിൽ KSEB വീഴ്ച വരുത്തി. പവർ എക്സ്ചേഞ്ച് വഴി 90 ദിവസം മുൻപ് വൈദ്യുതിക്കായി ബുക്കിംഗ് നടത്താമായിരുന്നിട്ടും അത് ചെയ്തില്ല. ട്രാൻസ്ഫോർമറുകളുടെ ശേഷി കൂട്ടുന്നതിലും വീഴ്ചയുണ്ടായി. ഓരോ കരാറും 200 മെഗാവാട്ടിൻ്റെതാണ്. പുതിയ കരാർ ഉണ്ടാക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ഇല്ലാതായത് 600 മെഗാവാട്ടാണ്. വൈദ്യുതി അധികമുള്ളപ്പോൾ വിറ്റ് ആവശ്യ സമയത്ത് തിരികെ വാങ്ങുന്ന കരാറാണിത്. കരാർ കാലാവധി തീരുന്നത് മുൻകൂട്ടി കണ്ട് പുതിയ കരാർ ഉണ്ടാക്കണം. പവർ എക്സ്ചേഞ്ച് വഴി 90 ദിവസം മുൻപ് വൈദ്യുതിക്കായി ബുക്കിംഗ് നടത്താം. 250 മെഗാവാട്ട് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന് പെറ്റീഷൻ നൽകിയത് കഴിഞ്ഞ ഏപ്രിൽ 8-നാണ്. വേനൽക്കാലത്തെ വർദ്ധിച്ച ആവശ്യം മുൻനിർത്തി നേരത്തെ നടപടിയെടുത്തില്ല. കുറഞ്ഞ വിലയ്ക്ക് 25 വർഷത്തേക്ക് 465 മെഗാവാട്ട് വൈദ്യുതി കിട്ടുന്ന 4 കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ 2023 റദ്ദാക്കിയതും തിരിച്ചടിയായി. യൂണിറ്റിന് 4.29 രൂപയ്ക്ക് വൈദ്യുതി കിട്ടാവുന്ന കരാർ നടപടികളിലെ ക്രമക്കേടിന്റെ പേരിലാണ് റദ്ദാക്കിയത്. പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ കരാർ തുടരാൻ തയ്യാറായില്ല. ട്രാൻസ്ഫോർമറുകളുടെ ശേഷി കൂട്ടുന്നതിലും KSEBിക്ക് വീഴ്ചയുണ്ടായി. വർദ്ധിച്ച ആവശ്യകത അനുസരിച്ചല്ല ശേഷി കൂട്ടിയത്. സോളാർ വൈദ്യുതി ഉൽപാദനവും ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും കൂടിയതനുസരിച്ച് ട്രാൻസ്ഫോമർ ശേഷി ഉയർന്നില്ല. കൊടും ചൂടിൽ വൈദ്യുതി ആവശ്യകത കുത്തനെ ഉയർന്നതോടെ ട്രാൻസ്ഫോമറുകൾക്ക് ഓവർലോഡായി. 2 മാസത്തിനുള്ളിൽ 222 ട്രാൻസ്ഫോർമറുകളാണ് കത്തിയത്. പീക്ക് സമയത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നത് ഇതുമൂലമാണ്. ഇതിനിടെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുന്നു. പ്രതിദിന ഉപയോഗം 118.26 ദശലക്ഷം യൂണിറ്റ് ആണ്. ഈ മാസം 18-ന് 117.15 ദശലക്ഷം യൂണിറ്റ് മറികടന്നതാണ് ഇതുവരെ ഉണ്ടായ ഏറ്റവും ഉയർന്ന അളവ്. എന്നാൽ ഇന്നലത്തെ വൈദ്യുതി ഉപയോഗം ആ റെക്കോർഡും മറികടന്നിരിക്കുകയാണ്. ഇന്നലെ വൈദ്യുതി വാങ്ങിയതിലും റെക്കോർഡിട്ടു. 91.78 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് വാങ്ങിയത്.